വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് പപ്പിമോള് സ്റ്റേഷൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, വീണ്ടും ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ അന്നേരം സത്യയെ കാണിക്കുന്നില്ല. അന്നേരം ഈ ചന്ദ്രബോസ് ആണെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ചുരുട്ടിയ പേപ്പർ, ശാലിനിയുടെ രേഖാചിത്രം വരച്ച പേപ്പറാണെങ്കിൽ ചുരുട്ടി പിടിച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലിങ്ങനെ അമ്മാനമാടി ഇങ്ങനെ പൊക്കിന്താത്തും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്കിൾ പ്ലീസ് ആ ഫോട്ടോ ഒന്ന് കാണിക്കുക പ്ലീസ് എന്നിങ്ങനെ പപ്പിമോള് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അത് കണ്ട് രസിച്ച് എന്നോണം ചന്ദ്രബോസ് ഇരിക്കുകയാണ്. കൂടുതൽ കുട്ടിക്ക് ഫോട്ടോ കൊടുക്കുന്നില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സത്യഭാമയുടെ കൊച്ചുമകൾ നിന്ന് കെഞ്ചുന്നത് കേൾക്കാൻ എന്ത് രസമാ അല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടിയെ വീണ്ടും വാശി പിടിപ്പിക്കാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പപ്പിമോൾക്കാണെങ്കിൽ ദേഷ്യമൊന്നും വരുന്നില്ല. അങ്കിൾ പ്ലീസ് എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്. പക്ഷേ ചന്ദ്രബോസ് കൊടുക്കുന്നില്ല. ഈ സമയത്ത് ആരോ വിവരം അറിയിച്ചതനുസരിച്ച് വിഷ്ണുവും സത്യഭാമയും കൂടി സ്റ്റേഷനിലേക്ക് വരികയാണ്. അന്നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വിഷ്ണു ആണെങ്കിൽ ആ ക്യാബിനകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ കാണുന്നത് ഈ കാഴ്ചയാണ് കാണുന്നത്. പപ്പിമോൾ ഇങ്ങനെ നിൽക്കുന്നതും ചന്ദ്രബോസ് ഇങ്ങനെ വരട്ടുന്നതുമൊക്കെ ആയിട്ട്. അന്നേരം ചന്ദ്രബോസ് ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഭാമയെയും വിഷ്ണുവിനെയും കാണുകയാണ്. അന്നേരം ചക്രവർത്തിനെയും തൃപ്പത്തൂരും ഇങ്ങോട്ട് എഴുന്നള്ളിയായിരുന്നോ, കണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്, ഭാമയെ കളിയാക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ചന്ദ്രബോസിനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. പക്ഷേ സത്യയെ കാണിക്കുന്നില്ല, പപ്പിമോളെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ സത്യയെ ചിലപ്പോൾ രാമേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോയോ എന്താണെന്ന് അറിയില്ല. ഫുൾ എപ്പിസോഡ് വരുമ്പോൾ ബാക്കി കാണാം. ഓക്കെ, താങ്ക്